ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുന്നുണ്ട്. അവൻ്റെ വണ്ടിക്ക് ഒന്ന് അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാനും പിന്നെ അവൻ്റെ ഡ്യൂട്ടി ഉണ്ട്, നമുക്ക് അവനെ ഡ്യൂട്ടിക്ക് കൊണ്ടുവരണം. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഗൈസ്, നമ്മളങ്ങനെ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കോട്ടയൊക്കെ പോകും, ഇങ്ങോട്ട് പാല പോകുന്ന റൂട്ടാണ്. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യണം, നമ്മളെ ഫ്രണ്ടിന് വേണ്ടി നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇനി അവൻ വരുന്നവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ സ്ഥലപ്പേരാണ് കാളവണ്ടിക്കവല എന്നാണ് ഈ സ്ഥലത്തിന് പറഞ്ഞ പേര്. നമ്മൾ കുറുപ്പന്തറയ്ക്കും കാഞ്ഞിരത്താനും നടുക്കായിട്ടാണ് സ്ഥലം. ഗൈസ്, നമ്മുടെ എൻ്റെ വണ്ടി വരുന്നുണ്ട്, നമ്മുടെ ഫ്രണ്ട് എത്തി. വീഡിയോ കാണോ? എവിടെ പോവാ നീ? ഞാൻ ഡ്യൂട്ടിക്ക് പോവാം. ഡ്യൂട്ടിക്കൊക്കെ പോകാറുണ്ടോ നീ? ഓ, ഒന്നും പറയാം. ഇന്നത്തെ കളിയെ പറ്റി എന്നാ പറയാനുള്ളേ? നമ്മുടെ കളി നല്ല കളി. ജയിച്ചോ? നല്ല കളി. നമ്മൾ ജയിച്ചിട്ടില്ല, ആർക്കും പോയിട്ടില്ല. അതെന്നാ പറ്റിയേ? നന്നായിട്ട് പെർഫോം ചെയ്ത് നന്നായിട്ട് കളിക്കാൻ പറ്റിയില്ലേ? കളിച്ചാൽ പോകാം. നമ്മളിപ്പോൾ എന്നാത്തിനാ വന്നേ? എന്നാ ഓർഡർ ചെയ്തേ? പൊറോട്ടയും മുട്ടക്കറി ഇതൊക്കെ വന്നു ഗൈസ്. അവൻ കഴിക്കാൻ തുടങ്ങി, ഞാനും ഒന്നും കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിനെ ഇവിടെ ഇറക്കി, അവൻ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം അവൻ പോയി. നമുക്കിനി അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകട്ടോ. നമ്മളങ്ങനെ നമുക്ക് വേറൊരു ഫ്രണ്ടിനെ കൂടി കൂട്ടാറുണ്ട്. അപ്പോൾ അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. അവൻ ഇപ്പോൾ റെഡി ആയിട്ട് വരണം. അപ്പം നമ്മൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഫ്രണ്ട് കണ്ട് വരുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിലും ആദ്യത്തെ വീഡിയോയിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു. നമ്മുടെ ഫ്രണ്ട് കണ്ട് വരുവാണ്. അപ്പം അവനെയും പിക്ക് ചെയ്ത് നമുക്ക് അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാൻ പോകണം. എന്താ ബ്രോ, എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? അതെ ബ്രോ, നമ്മളിപ്പോൾ എല്ലാം ബ്ലോഗല്ലേ, അവിടെ ആരുമില്ല ബ്രോ. എങ്ങോട്ടാ നമ്മൾ പോണേ? എന്ത് നമ്മള് അലൈൻമെന്റ് ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് കടയിൽ ചെല്ലുമ്പോ എപ്പോ കിട്ടുമെന്നൊന്നും അറിയത്തില്ല. 1 മണിക്കൂറൊക്കെ പിടിക്കാരിക്കും. അങ്ങനെ അലൈൻമെന്റ് ചെയ്യേണ്ട കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ചേട്ടൻ എയർ ചെക്ക് ചെയ്യുകയാണ്. ഇപ്പം അത് കഴിഞ്ഞിട്ട് അലൈൻമെന്റിന്റെ സംഭവത്തിന് വേണ്ടി വണ്ടി കയറ്റുന്നതാണ്. നമ്മൾ കൊള്ളങ്ങാടാണ് വന്നത്. ഇതാണ് കട. ഈ ചേട്ടനാണ് ഇവിടുത്തെ ഓണർ. അപ്പോൾ ചേട്ടൻ വണ്ടി എടുത്ത് നമുക്ക് അകത്തോട്ട് അലൈൻമെൻറ്റ് ചെയ്യാനുള്ള അങ്ങോട്ട് കയറ്റും. കണ്ട് അകത്തോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്താണ് അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുന്നത്. ഇനിയിപ്പം അവരത് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാതെ ഇവിടെ കയറ്റി. ഇനിയിപ്പോൾ അവർ അത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു മെഷീനുണ്ട്. ആ മെഷീനകത്ത് കറക്റ്റ് ഇതിനകത്ത് എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രിൻ്റായിട്ട് തരും. അപ്പം ഇനി അന്നേരം അലൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം, അല്ലേ? അലൈൻമെൻറ്റിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അതിൻ്റെ സംഭവം വെച്ചാണ് റീഡ് ചെയ്യുന്നത്. 4 സൈഡിലേക്കും എന്നിട്ട് ഇവിടെ സെൻസർ ചെയ്യുമ്പോൾ നമുക്ക് ഈ മെഷീനിൽ കറക്റ്റ് അതിൻ്റെ റീഡിങ്ങും സംഭവങ്ങളും കിട്ടും. റീഡ് ചെയ്യുകയാണ്. നമുക്ക് ആ മെഷീനൊക്കെ റീഡ് ചെയ്താൽ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം. അങ്ങനെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്തു. ഇനി ചെയ്യാനുള്ളത് 32,770 നമുക്ക് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ചെയ്തത് 28,770 ചെയ്തത്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മളിപ്പം അലൈൻമെൻറ്റ് സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ വന്നു. നമ്മുടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് പിക്ക് ചെയ്യാനും പിന്നെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാനും സംഭവങ്ങളും അങ്ങനത്തെ കുറച്ച് വീഡിയോകളേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.